ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സമയം രാത്രി 10:30. നമ്മൾ ഇന്നൊരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ളോഗാണിത്. രതീഷന്റെ ബ്രദർ ഇൻ ലോ സുജിത്ത് ഏട്ടൻ ആർമിയിൽ റിട്ടയർ ആയിട്ട് വരുന്ന ദിവസമാണ്. അപ്പൊ ചേച്ചി ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ചേട്ടനൊരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ എവിടെ പോവാ? എന്തിനാ പോകുന്നേ? എന്തിനാ മാമന് സർപ്രൈസ് കൊടുക്കുന്നേ? ചുമ്മയോ? മാമ എവിടെന്നാ വരുന്നേ? ജമ്മുന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാരും കൂടെ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 11:45 രാജധാനി എക്സ്പ്രസ്സിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേയിലെ ആപ്പിൽ നോക്കിയപ്പം 10:40 അതായത് 1 മണിക്കൂർ മുമ്പ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചേച്ചിയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ചേച്ചി എക്സൈറ്റഡ് ആണോ ചേട്ടനെ കാണാൻ? എന്താണ് സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. രതീഷേട്ടൻ എന്താ ആദരവ് സൂചിക്കാനായിട്ടൊക്കെ നമ്മുടെ പൊന്നാടയൊക്കെ ഉണ്ട്. എത്ര മണിക്കാ ചേട്ടൻ വരുന്നത്? ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ചേട്ടന് സർപ്രൈസ് കൊടുക്കാം. ജിത്തു, അച്ഛനെ സർപ്രൈസ് ചെയ്യാൻ എന്തൊക്കെയാ പ്ലാൻ? ശബ്ദം എക്സൈറ്റഡ് ആണോ അച്ഛനെ കാണാൻ? ഇത് സുജിത്തേട്ടന്റെ ചേട്ടനാണ്. ചേട്ടനുണ്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഇത് ചേട്ടന്റെ മോൾ അമ്മു. എന്തുണ്ട് വിശേഷം? ഇതാണ് നമ്മുടെ സ്വന്തം ദേവു. പറ ദേവു, അച്ഛനെ കാണാൻ എക്സൈറ്റഡ് ആണോ? ശരി, അപ്പം നമ്മുടെ 5 മിനിറ്റ്സിനുള്ളിൽ ട്രെയിൻ വരും. ലെറ്റ്സ് ഗോ. അപ്പം ഞങ്ങൾ എല്ലാവരും ചേട്ടനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പൃഥ്വിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ രതീഷേൻ്റെ ചേട്ടനും ഫാമിലിയും വന്നത്. അപ്പം കറക്റ്റ് ടൈമിൽ എല്ലാവരും എത്തി. അപ്പോൾ നമുക്ക് ഇനിയിപ്പം താഴെ ട്രെയിൻ വരുന്നതും കാത്തിരിക്കാം. ഇപ്പം എന്തായാലും അനൗൺസ്മെൻറ്റ് കേട്ടു. അപ്പം എന്തായാലും ഒരു 2 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും. അപ്പം അതിനുള്ളിൽ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്, എങ്ങനെ ബൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പൃഥ്വിയൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം പൃഥ്വിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫേവറേറ്റ് ആളിൽ ഒരാളാണ് സുജിത്ത് ഏട്ടൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടും. എക്സൈറ്റഡ് ആണ്. ചേട്ടൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട്. കാരണം ഇന്ന് ചേട്ടനെ പിക്ക് ചെയ്യാനായിട്ട് ജിത്തു, അതായത് മോൻ മാത്രം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കാണുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് എക്സൈറ്റഡ് ആവുന്നത് നോക്കാം. നമ്മളുടെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷ നിലനിർത്തുവാൻ നമ്മുടെ സ്വന്തം ഇന്ത്യൻ സൈന്യം അനുദിനം ചെയ്യുന്ന മഹത്തരമായ ത്യാഗം നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല നമ്മുടെ വരും തലമുറയെ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുകയും വേണം. നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൽ സന്തോഷത്തോടെ കുടുംബത്തോടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ ധീരരായ സൈനികർ, നാവികർ, വ്യോമസേന ഉദ്യോഗസ്ഥർ കാരണമാണ്. മാത്രമല്ല പൂർണ്ണ പിന്തുണയും സ്നേഹവും അർപ്പണബോധവുമുള്ള ഇവരുടെ ഈ കുടുംബത്തോടും ഈ ഒരു അവസരത്തിൽ ഞാൻ സല്യൂട്ട് പറയുന്നു. എ ബിഗ് സല്യൂട്ട്. रंग बिरंगा ऊंचा आसमां से तेरा तिरंगा, जीने की इजाजत दे दे या हुक्म शहादत दे दे, मंजूर हमें जो भी तू चुने, रेशम का हो मधुशाला या कफन सिपाही वाला, ओढ़ेंगे हम जो भी तू.
സോ ഗൈസ്, അപ്പം നമ്മുടെ സുജിത്ത് ഏട്ടൻ വളരെ ഹാപ്പിയാണ്. അപ്പം ഇങ്ങനെയുള്ള ലെജൻസിനൊക്കെ നമ്മളൊരു ചെറിയ ചെറിയ ഹാപ്പിനെസ് കൊടുക്കുന്നത് നല്ലതല്ലേ, ഇല്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്ന്. അങ്ങനെ പുള്ളി റെഡിയായി. പക്ഷെ ഞാൻ എൻ്റെ മൈക്ക് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ കുറച്ചൊരു ഓഡിയോ ക്ലാരിറ്റിയുടെ കുറവുണ്ട്. ഇതുവരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പല ദുർഘടമായ തരണങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് പല കാശ്മീർ മുതൽ കാർഗിൽ മുതൽ പല ഫീൽഡിലോട്ട് നമുക്ക് സർവീസ് ചെയ്തിട്ടുണ്ട്. നാട്ടിലോട്ട് തിരിച്ചെടുത്ത് ഞാൻ 28 വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു അനുഭവമാണ്. താങ്ക് യു ഫോർ വെൽക്കം. ഓക്കെ ചേട്ടാ, വെൽക്കം. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ നാട്ടിൽ സെറ്റ് ആവുക. ഈ നാട്ടിൽ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നാട്ടിൽ വന്ന് എനിക്ക് സെറ്റ് ആവുക. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ദിവസത്തിൽ അടുത്ത പരിപാടി എന്താന്ന്. ഇന്നത്തെ ദിവസം എന്താ പറയുന്ന വീട്ടിലോട്ട് പോവുക, നമ്മുടെ ലിയോയെ കാണുക. പല പല ഇതുണ്ട്. ഇന്ന് കഴിഞ്ഞ് നാളെ തുടക്കം. ഓക്കെ ചേട്ടാ, എനിവേസ് വെൽക്കം ബാക്ക്. അടുത്ത നല്ലൊരു തുടക്കത്തിന് വേണ്ടി ആദ്യം അമ്പലത്തിലോട്ട് തന്നെ തുടങ്ങുക. അപ്പൊ ഈ 28 വർഷം നമ്മളെയും നമ്മളെ നാട്ടുകാരെയും സേവിച്ചതിന് നന്ദി. സോ വെൽക്കം ബാക്ക് അഗൈൻ. താങ്ക് യു വെരി മച്ച്. ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം മോൻ മാത്രമേ വന്ന് പിക്കുള്ളൂ എന്ന് വിചാരിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇരുന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരെയും കണ്ടതിന് ഒരു നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ നല്ല ഹാപ്പിയായി. കാരണം ചേട്ടന് ഹാപ്പി ആയല്ലോ, അപ്പം നമ്മൾ ഹാപ്പി. അപ്പോൾ അതിനുശേഷം ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അപ്പം നമ്മളൊരു കേക്കും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കാറിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മളൊരു കേക്കും കൂടി ഒന്ന് സർപ്രൈസ് ചെയ്യാണ്. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു മൂമെൻറ്റും കൂടിയാണിത്. അത് 28 വർഷവും 14 ദിവസവും ഉണ്ട്. ജിത്തു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ഗതിയാണ്. ഈ കട്ട് ചെയ്തോളൂ. One, two, three, start. അങ്ങനെ ഞങ്ങൾ ഈ കേക്ക് ചേട്ടനും പിന്നെ നമ്മുടെ എൻ്റയർ ഇന്ത്യൻ സൈനികർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കുട്ടി വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ കുട്ടി വീഡിയോനെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അതിനായി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.